ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വഴിയിൽ നടന്നവരെയാണല്ലോ വിശുദ്ധരെന്ന് പറയുക. അപ്രകാരം ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന് സ്വർഗത്തെ മാത്രം സ്നേഹിച്ച മലങ്കരയുടെ പ്രകാശഗോപുരമായ പരുമലമാർ ഗ്രിഗോറിയോസ് പുണ്യവാളൻ്റെ 123-ാം ഓർമ്മ, ആ പുണ്യവാന് ജന്മം നൽകിയ മുളന്തുരുത്തി ദേശവും, ആ വിശുദ്ധൻ ആത്മീയതയുടെ ബാലപാഠങ്ങളെ നുകർന്ന മാർത്തോമൻ ദേവാലയത്തിലും ഭക്തിയോടെ, പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ 2025 ഒക്ടോബർ മാസം 26 മുതൽ നവംബർ മാസം 4-ാം തീയതി വരെ ആചരിക്കുകയാണ്. മാർത്തോമൻ ദേവാലയത്തിൽ പരുമല തിരുമേനിയുടെ പെരുന്നാൾ ആചരിക്കുന്നതിന് ഏറെ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. ആ പിതാവ് തൻ്റെ ഗുരുനാഥനായ ഗീവർഗീസ് മൽപ്പാൻ അച്ഛനിൽ നിന്ന് ആത്മീയതയുടെ പാഠങ്ങളെ പഠിക്കുകയും ഈ ദേവാലയത്തിൽ ഒരു വൈദികനായി അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിക്കുകയും ചെയ്തു. അദ്ദേഹം മാമോദീസ മുങ്ങിയത് ഈ മാർത്തോമൻ ദേവാലയത്തിലാണ്. അദ്ദേഹം കളിച്ച് പഠിച്ച് വളർന്നത് ഈ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്താണ്. ഇവിടെ നിന്ന് തപസ്സനുഷ്ഠിക്കുവാൻ തക്കവണ്ണം വെട്ടിക്കൽ എന്ന പർണശാലയിലേക്ക് അദ്ദേഹം മാറി. അവിടെ നിന്ന് പരുമല എന്ന ദ്വീപിലേക്ക് കർമ്മഭൂമിയായി ആ പിതാവ് തിരഞ്ഞെടുത്തു. പരുമല ദേവാലയം കഴിഞ്ഞാൽ മാർത്തോമൻ ദേവാലയത്തിലെ ആ വിശുദ്ധൻ്റെ പെരുന്നാളിന് അങ്ങനെ പ്രസക്തി ഏറെയാണ്. ആ വിശുദ്ധൻ്റെ പാദസ്പർശം വീണ ഈ മണ്ണിലേക്ക് നമുക്കും ഈ പെരുന്നാളിൽ ഒത്തുചേരാം. ആ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് തേടാം. അത് നമുക്ക് അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. മുളന്തുരുത്തിയുടെ വഴിത്താരകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഒരു വിശുദ്ധൻ്റെ പാദമുദ്രകൾ പതിഞ്ഞ മണ്ണാണ്. മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരുമലമോർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ ആത്മചൂടുകളാൽ ധന്യമായ ഭൂമിക. വെട്ടിക്കൽ ദേറ എന്ന അദ്ദേഹത്തിൻ്റെ സന്യാസ ഭവനം മുതൽ മുളന്തുരുത്തി മാർത്തോമൻ പള്ളി എന്ന അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവക വരെയുള്ള ഈ ദൂരം എത്രയോ ആവർത്തി അദ്ദേഹം പിന്നിട്ട് കാണണം. ആ പരിശുദ്ധന്റെ ഗമനത്തെ അനുസ്മരിപ്പിക്കും വിധം ആ വിശുദ്ധന്റെ ചരമദിനത്തോടനുബന്ധിച്ച് വെട്ടിക്കൽ ദേറായിൽ നിന്നും മുളന്തുരുത്തി മാർത്തോമൻ പള്ളി വരെ പരിശുദ്ധൻ നടന്ന വഴിയിലൂടെ എന്ന നാമധേയത്തിൽ ഒരു തീർത്ഥയാത്ര നടത്തുന്ന നല്ല പതിവ് മുൻ വർഷങ്ങളായുണ്ട്. 2025 നവംബർ 3, 4 തീയതികളിലായി വീണ്ടും ഒരു മുളന്തുരുത്തി പെരുന്നാളിന് വേണ്ടി ഏവരും ഒരുങ്ങുകയാണ്. പ്രത്യേകമായി ഈ തീർത്ഥയാത്രയിലേക്ക് വെട്ടിക്കൽ ദേറായിൽ നിന്നും മുളന്തുരുത്തി മാർത്തോമൻ പള്ളി വരെയുള്ള ഈ പദയാത്രയിലേക്ക് ഇടവകയ്ക്ക് വേണ്ടി ഏവരെയും സാദരം സ്വാഗതം ചെയ്യുന്നു. നാട് ഒരുങ്ങുകയാണ് പരിശുദ്ധൻ നടന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, ആ പരിശുദ്ധൻ കാണിച്ച ഭക്തിമാർഗത്തിലൂടെ യാത്ര ചെയ്യുവാൻ. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനായിരിക്കുന്ന പരുമലമോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മാതൃ ഇടവകയായിരിക്കുന്ന മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയത്തിൽ ആ പരിശുദ്ധൻ്റെ 123-ാമത് പെരുന്നാൾ ഒക്ടോബർ മാസം 26 മുതൽ നവംബർ 4-ാം തീയതി വരെ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയാണ്. മലങ്കര മെത്രാപ്പൊലീത്തയും പൗരസ്ത്യ കാതോലിക്കയുമായിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പ്രധാന കാർമ്മികത്വം നൽകുന്നതാണ്. ഒക്ടോബർ മാസം 30-ാം തീയതി വ്യാഴാഴ്ച ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് കൊടി ഉയർത്തി പെരുന്നാൾ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുന്നു. നവംബർ മാസം 3-ാം തീയതി പരിശുദ്ധൻ തപസ്സനുഷ്ഠിച്ച വെട്ടിക്കൽ ദേറായിൽ നിന്ന് മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയത്തിലേക്ക് പരിശുദ്ധൻ നടന്ന വഴിയിലൂടെ എന്ന പേരിലുള്ള തീർത്ഥയാത്ര വെട്ടിക്കൽ ദേറായിൽ സന്ധ്യാനമസ്കാരത്തോടുകൂടി ആരംഭിച്ച് മലബാർ ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ആശീർവദിച്ച് മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. പെരുന്നാളിൻ്റെ പ്രധാന ദിവസമായ നവംബർ മാസം 4-ാം തീയതി മലങ്കര മെത്രാപ്പൊലീത്തയും പൗരസ്ത്യ കാതോലിക്കയുമായിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ പെരുന്നാൾ ശുശ്രൂഷയിലേക്ക് മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയത്തിന് വേണ്ടി ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.